മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, വീണ ജോർജ്, MP രാജേഷ് എന്നിവർ വിജയിക്കുമെന്ന് CPM വിലയിരുത്തുമ്പോൾ മൂവരും തോൽക്കുമെന്നും LDF പ്രതീക്ഷ അർപ്പിക്കുന്ന പല മണ്ഡലങ്ങളിലും UDF കുതിച്ചു കയറുമെന്നും കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. ജില്ലാ ഘടകങ്ങളുടെ പ്രാഥമിക കണക്കെടുപ്പിൽ UDF ഉറപ്പായും 80 സീറ്റിന് മുകളിലെത്തുമെന്നാണ് വിലയിരുത്തൽ. ആശങ്കയുള്ള ആലപ്പുഴയിലും തൃശൂരും പാലക്കാട്ടും UDF അനുകൂല തരംഗമുണ്ടായാൽ സീറ്റുകളുടെ എണ്ണം കൂടുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. തിരുവനന്തപുരത്തെ പാർട്ടിയുടെ കണക്കുകൾ ഇങ്ങനെയാണ്. കോവളം നിലനിർത്തും. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, അരുവിക്കര എന്നിവിടങ്ങളിൽ ഉറച്ച വിജയപ്രതീക്ഷ. ശക്തമായ ത്രികോണ പോരാട്ടം നടന്ന കാട്ടാക്കടയിൽ ചെറിയ ഭൂരിപക്ഷത്തിന് വിജയിക്കും. വാമനപുരത്തും ചിറയൻകീഴിലും വർക്കലയിലും ശക്തമായ മത്സരം. BJPക്ക് സ്വാധീനമുള്ള നേമത്തും കഴക്കൂട്ടത്തും നേരിയ വോട്ടിന് മുന്നിൽ കയറാനുള്ള സാധ്യത. കൊല്ലത്തെ കണക്കുകൾ ഇങ്ങനെയാണ്. കുണ്ടറ, കരുനാഗപ്പള്ളി എന്നിവ നിലനിർത്തും. കൊല്ലം പിടിച്ചെടുക്കും. ചവറയിലും കുന്നത്തൂരിലും RSP ജയിക്കും. കൊട്ടാരക്കരയിലും പത്തനാപുരത്തും കടുത്ത മത്സരം. ആലപ്പുഴയിലെ കണക്കുകൂട്ടൽ ഇങ്ങനെ. ഇടതു വിമതൻ G. സുധാകരൻ അമ്പലപ്പുഴയിൽ അട്ടിമറി വിജയം നേടും. ഹരിപ്പാട് നിലനിർത്തും. അരൂരും കുട്ടനാടും ഉറച്ച ജയപ്രതീക്ഷ. കായംകുളത്ത് ശക്തമായ മത്സരം. ആലപ്പുഴയിൽ ശക്തമായ മത്സരം. കോട്ടയത്തെക്കുറിച്ചുള്ള UDFന്റെ കണക്കുകൂട്ടൽ ഇങ്ങനെ. കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ ഇങ്ങനെ. പുതുപ്പള്ളി, കോട്ടയം, കടുത്തുരുത്തി, പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി എന്നിവ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. പാലയിൽ മാണി സി കാപ്പന് തന്നെ മുൻതൂക്കം. ഏറ്റുമാനൂരിൽ നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും വിജയിക്കും. ഇടുക്കിയെക്കുറിച്ചുള്ള കണക്കുകൂട്ടൽ ഇങ്ങനെ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വീശിയടിച്ച UDF തരംഗം നിയമസഭാ പോരിലും ആവർത്തിച്ചെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇടുക്കി മണ്ഡലത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പരാജയപ്പെടുമെന്ന് ഉറച്ച പ്രതീക്ഷ. മികച്ച ഭൂരിപക്ഷത്തോടെ തൊടുപുഴ നിലനിർത്തും. പീരുമേട് ഉറപ്പ്. ഉടുമ്പൻചോലയിൽ ശക്തമായ മത്സരം. CPM വിട്ട് BJPയിൽ ചേർന്ന S. രാജേന്ദ്രൻ ദേവികുളത്ത് ഇടത് വോട്ടുകൾ പിടിച്ചാൽ അവിടെയും വിജയസാധ്യത. പത്തനംതിട്ടയെക്കുറിച്ചുള്ള കണക്കുകൂട്ടൽ ഇങ്ങനെയാണ്. കോന്നി ഒഴികെ എല്ലാ സീറ്റിലും ഉറച്ച പ്രതീക്ഷ. ആറന്മുളയിൽ മന്ത്രി വീണ ജോർജ് തോൽക്കും. എറണാകുളത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ ഇങ്ങനെയാണ്. കളമശ്ശേരി ഒഴികെ 13 സീറ്റിലും ഉറച്ച പ്രതീക്ഷ. വൈപ്പിനിലും കൊച്ചിയിലും തൃപ്പൂണിത്തുറയിലും കോതമംഗലത്തും നടന്നത് വാശിയേറിയ മത്സരം. 4ഇടത്തും ജയിച്ചു കയറുമെന്ന് വിലയിരുത്തൽ. തൃശ്ശൂരിനെ കുറിച്ചുള്ള പ്രതീക്ഷ ഇങ്ങനെയാണ്. ചാലക്കുടി, തൃശൂർ, മണലൂർ സീറ്റുകളിൽ ഉറച്ച പ്രതീക്ഷ. UDF അനുകൂല തരംഗമുണ്ടായാൽ വടക്കാഞ്ചേരി, കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ, ഇരിങ്ങാലക്കുട, ഒല്ലൂർ സീറ്റുകളും പിടിക്കുമെന്ന് വിലയിരുത്തൽ. പാലക്കാടിനെ കുറിച്ചുള്ള പ്രതീക്ഷ ഇങ്ങനെയാണ്. മണ്ണാർക്കാടും പാലക്കാടും ഉറപ്പായും നിലനിർത്തും. പാലക്കാട് ഭൂരിപക്ഷം 10,000-ന് മേൽ ഉയരാൻ. തൃത്താലയിൽ മന്ത്രി MP രാജേഷ് തോൽക്കും. ചിറ്റൂരിൽ ഉറച്ച പ്രതീക്ഷ. കോങ്ങാട്, പട്ടാമ്പി, നെന്മാറ, ഒറ്റപ്പാലം എന്നിവിടങ്ങളിൽ ശക്തമായ മത്സരം. തരംഗമുണ്ടായാൽ വിജയസാധ്യത. മലമ്പുഴയിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും. മലപ്പുറത്തെക്കുറിച്ച് മറ്റ് ശുഭപ്രതീക്ഷയാണ്. UDF തൂത്തുവാരുമെന്നാണ് പ്രതീക്ഷ. പൊന്നാനിയിലും തവന്നൂരും മാത്രമാണ് ഒരു മത്സരമുള്ളത് എന്നാണ് UDF കരുതുന്നത്. കോഴിക്കോടിനെ കുറിച്ച് പറയുമ്പോൾ അവർ കണക്ക് കൂട്ടുന്നത് കുറ്റ്യാടി, കൊയിലാണ്ടി, നാദാപുരം, കൊടുവള്ളി, കോഴിക്കോട് സൗത്ത്, വടകര എന്നിവിടങ്ങളിൽ ഉറച്ച വിജയപ്രതീക്ഷ. ശക്തമായ മത്സരം നടന്ന തിരുവമ്പാടിയിൽ നേരിയ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന് വിലയിരുത്തൽ. UDF തരംഗമുണ്ടായാൽ കോഴിക്കോട് നോർത്ത്, പേരാമ്പ്ര, ബേപ്പൂർ, കുന്നമംഗലം എന്നിവ പിടിക്കും. ഇനി കണ്ണൂരിനെ കുറിച്ചുള്ള പ്രതീക്ഷ ഇങ്ങനെയാണ്. പേരാവൂർ, ഇരിക്കൂർ നിലനിർത്തും. കണ്ണൂർ സീറ്റ് പിടിച്ചെടുക്കും. അഴീക്കോടും കൂത്തുപറമ്പിലും ശക്തമായ മത്സരം. ഇടതു വിമതർ മത്സരിക്കുന്ന പയ്യന്നൂരിലും തളിപ്പറമ്പിലും വോട്ട് വിഹിതം ഉയർത്തും. വയനാടിനെ കുറിച്ചുള്ള പ്രതീക്ഷ ഇങ്ങനെ. മാനന്തവാടിയിൽ മന്ത്രി OR കേളു പരാജയപ്പെടും. ജില്ലയിലെ 3 സീറ്റും പിടിക്കും. കാസർഗോഡിനെ കുറിച്ചുള്ള പ്രതീക്ഷ ഇങ്ങനെ. മഞ്ചേശ്വരം നിലനിർത്തും. കാസർഗോഡും തൃക്കരിപ്പൂരും ഉറച്ച വിജയപ്രതീക്ഷ. ഉദുമയിൽ ശക്തമായ മത്സരം.
ഇതാണ് അതാത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റികൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. കോൺഗ്രസ് ജില്ലാ ഘടകങ്ങളുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ്. ഈ സാഹചര്യം വന്നു കഴിഞ്ഞാൽ 80 സീറ്റ് നേടുമെന്നാണ് UDF കണക്ക് കൂട്ടുന്നത്. ആ കണക്ക് കൂട്ടൽ ഇങ്ങനെയാണ്. പലയിടത്തും പാളിച്ചകളുണ്ട്. കാരണം പല ഉറച്ച LDF മണ്ഡലങ്ങളും ജയിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് ശരത്ചന്ദ്ര പ്രസാദ് 3ാം സ്ഥാനത്ത് പോകാനാണ് സാധ്യത. അവിടെ നിന്നും ഒരു മത്സരത്തിൻ്റെ ഒരു വാശിയും വീർമൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരം മാമനപുരം ഉറച്ച LDF മണ്ഡലമാണ്. അങ്ങനെ പല മണ്ഡലങ്ങളിലും കണക്കുകൂട്ടലിൽ പിശകുണ്ട്. പക്ഷേ കോൺഗ്രസ് വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് ഇപ്പോൾ.